Welcome to Thasni's kitchen. Hi everyone, welcome back again. ഇന്ന് നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പാർട്ടികളിൽ സെർവ് ചെയ്യാനൊക്കെ പറ്റുന്ന മടക്ക് ചപ്പാത്തി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ഗോതമ്പ് പൊടി, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയിലും ചെയ്തെടുക്കാം കേട്ടോ. മൈദയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൈ വെച്ച് തന്നെ നല്ലതായിട്ടൊന്ന് മിക്സാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചത് സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഓയിൽ മുകളിൽ ഈ ഒരു ബോളിൻ്റെ മുകളിൽ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് കേട്ടോ. അപ്പോൾ ആ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും മാവ് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എത്ര ബോൾസാണോ വേണ്ടത് അത്രയും ബോളായിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ബോൾസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരളവിൽ നിന്ന് ഞാൻ 10 ബോളാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് അല്പം ഗോതമ്പ് പൊടിയും അല്പം ഓയിലും നമ്മുടെ അടുത്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ചപ്പാത്തി ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഓയിൽ എടുത്തിട്ട് മുഴുവനായിട്ടും ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ അല്പം ഗോതമ്പ് പൊടി ഒന്ന് തൂവി കൊടുക്കണം. ഇനി ഇതിനെ നമുക്കൊന്ന് മടക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിലൊരു ഹാഫ് പോർഷനിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് മടക്കുക. ഈ രീതിയിലാണ് ഇത് മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ മുഴുവൻ ചപ്പാത്തി നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ഓയിലിന് പകരം നെയ്യോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ചപ്പാത്തിയും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏറ്റവും ആദ്യം പരത്തിയിട്ടുള്ള ചപ്പാത്തി നമുക്ക് എടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം പരത്തിയത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്ത് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. പിന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നതിനൊക്കെ ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചപ്പാത്തിയുടെ 2 സൈഡിൽ ഈ ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി ഈ ഒരു ചട്ടിയിലിട്ടിട്ട് 2 സൈഡിലും ഓയിൽ ഓരോ സ്പൂൺ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത കാരണം നല്ലൊരു ബ്രൗൺ കളറിൽ ഇങ്ങനെ നല്ല മുരിഞ്ഞ് കിട്ടും ഈ ഒരു ചപ്പാത്തി എന്ന് പറയുന്നത്. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ കഴിക്കാനും തന്നെ ചെറിയൊരു സ്വീറ്റ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ബട്ടർ ചിക്കൻ്റെ കൂടെ പാലക് പനീറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ അല്പം ഷുഗർ ചേർത്തത് കൊണ്ട് തന്നെ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് പൊങ്ങി വരും. പിന്നെ അതുപോലെ തന്നെ നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മടക്ക് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ എല്ലാം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.